വേനലെത്തിയതോടെ ശുചിമുറി മാലിന്യം ഉൾപ്പെടെ കൈത്തോടുകളിലേക്കും കട്ടപ്പനയാറിലേക്കും ഒഴുക്കുന്നത് പതിവാണ്. നീരൊഴുക്ക് പൂർണ്ണമായും മലിനമായ അവസ്ഥയിലാണ്. ഹോട്ടലുകൾ, ആശുപത്രികൾ, വാഹന സർവീസ് സെന്ററുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മലിനജലമാണ് ആറ്റിലേക്ക് ഒഴുക്കുന്നത്. ആളുകൾ കുളിക്കുന്നതിനും വീടുകളിലേക്കും കട്ടപ്പനയാറ്റിൽ നിന്നും വെള്ളം ശേഖരിക്കാറുണ്ട്. എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ ഒരു കപ്പ് വെള്ളം പോലും എടുക്കാൻ കഴിയുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ടോയ്ലറ്റ് മാലിന്യങ്ങൾ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് വേനലാവുമ്പോഴത്തേക്കും കൊണ്ട് തോട്ടി തട്ടുകയാണ് പതിവ്. അത് പൂർണ്ണമായിട്ടും കുറച്ച് വെള്ളം മാത്രം ഉള്ളതുകൊണ്ട് ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് പരിസരവാസികൾക്ക് ദുർഗന്ധം കാരണം വീട്ടിലും റോഡിലൂടെയും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. ഇതിനെതിരെ ചെയർപേഴ്സണും ഹെൽത്തിന്റെ ഇൻസ്പെക്ടർക്കും പരാതി കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ യാതൊരുവിധ നടപടികളും ഇതുവരെയും ഉണ്ടായിട്ടില്ല. മാലിന്യം ഒഴുക്കുന്നത് തടയാൻ നഗരസഭ ഒന്നും ചെയ്യുന്നില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ഒഴുക്ക് കുറഞ്ഞ മലിനജലത്തിൽ ബ്ലീച്ചിംഗ് പൗഡർ വിതരണമെന്നാണ് ആവശ്യം. ആറിന്റെയും കൈത്തോടുകളുടെയും അടുത്തു താമസിക്കുന്ന നൂറുകണക്കിന് പ്രദേശവാസികൾ പകർച്ചവ്യാധി ഭീഷണിയിലാണ്. ദുർഗന്ധം കാരണം വഴി നടക്കാനോ വീടുകളിൽ താമസിക്കാനോ ഭക്ഷണം കഴിക്കാനോ സാധിക്കുന്നില്ലെന്നും ഇവർ പറയുന്നു. കട്ടപ്പന നഗരമേഖലയിൽ തന്നെ ഇത്തരം കുറ്റകരമായ പ്രവർത്തികൾ തുടർന്നിട്ടും നടപടികൾ സ്വീകരിക്കാത്ത നഗരസഭയ്ക്കെതിരെ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് കട്ടപ്പന ആറിന്റെ തീരത്തുള്ളവർ. ന്യൂസ് മലയാളം, ഇടുക്കി.